ഹായ്, വ്യക്തിപരമായിട്ട് എന്നെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ. എൻ്റെ പേര് ബിബിൻ എന്നാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു. അപ്പം എൻ്റെ അടുക്കൽ കുറേ പേര് ഇൻസ്റ്റയ്ക്കകത്തിലും വ്യക്തിപരമായിട്ടും എല്ലാം ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നേരത്തെ 3 വണ്ടികൾ എങ്ങനെയാണ് കൊടുത്തത്, ഇപ്പോൾ എടുത്ത വണ്ടി 45 ലക്ഷം രൂപ കൂടുതലല്ലേ, അപ്പം എൻ്റെ ഏജ്, എൻ്റെ ജോലി, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ എൻ്റെ കയ്യിലിരുന്ന 3 വണ്ടി എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ 2017 ഒരു സൈഡ് ഇഞ്ചൻ വണ്ടിയാണ് ആദ്യം എടുത്തത്. അത് പന്തളത്തുള്ളൊരു ടീമിൻ്റെ നമ്മളെടുത്തത്. പന്തളത്തിനും അടൂരിനും ഇടയ്ക്ക് ഒരാളുടെ നിന്നാണ് എടുത്തത്. വണ്ടിയുടെ പേര് കുറച്ച് പേർക്കറിയാം. നമ്മൾ ആരെയും വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്താൻ തയ്യാറല്ല, കാരണം ഞാനായിട്ട് തിരഞ്ഞെടുത്ത ഓരോ കാര്യങ്ങളാണ്. ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. അതുപോലെ തന്നെ വണ്ടി കൊടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി എടുത്തപ്പം വണ്ടി ഒരാളെ ഏൽപ്പിച്ചേക്കുകയായിരുന്നു. ആ ഏൽപ്പിച്ച പുള്ളി കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പത്തികം ഇച്ചിരി ഡൗൺ ആണ്. അപ്പം വണ്ടി എൻ്റെ കൂടെ നിൽക്കുന്നതിൽ നല്ലത് വേറൊരാളുടെ കൂടെ നിൽക്കുന്നതാണെന്ന് തോന്നി. കുറച്ചുകൂടെ കാശുള്ളൊരു ടീമിൻ്റെ കൂടെ പോയി പുള്ളി വണ്ടി എടുത്ത പുള്ളി ഇപ്പം ഓടുകയാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പുള്ളിയുടെ കാര്യം പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, പുള്ളിയെ ഏൽപ്പിച്ചൊരു പ്രസ്ഥാനം ടപ്പെന്ന് തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ, എന്ന് വെച്ചാൽ ഒന്നും അറിയാത്ത എൻ്റെ കയ്യിലോട്ട് വന്നപ്പോൾ പറ്റിയതാണ് എൻ്റെ കയ്യിലിരുന്ന വണ്ടികൾ കൊടുക്കാൻ കാരണമായിട്ടുള്ള മെയിൻ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു നവംബർ കഴിഞ്ഞപ്പോഴത്തേക്ക്, 2024 നവംബർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ നിന്ന് പുള്ളി മാറിയപ്പോഴത്തേക്ക് ആ നവംബർ തൊട്ട് നമ്മുടെ ആ ആദ്യത്തെ വണ്ടിക്ക്, എന്ന് വെച്ചാൽ 2017 AC വണ്ടിക്ക് 82,000 രൂപ ശ്രീറാമിൽ ലോണായിരുന്നു. എല്ലാവരും ചോദിക്കും എൻ്റെ എവിടുന്ന് ഈ ഫണ്ടെന്ന്. എൻ്റെ പുറയിൽ സത്യം പറഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് ആണ്. ഇപ്പോഴത്തെ വണ്ടിക്കും അത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ വണ്ടിക്ക് ഞാൻ കുറച്ചുകൂടെ ആലോചിച്ചും പിന്നെ ആരെയും സപ്പോർട്ട് പിടിക്കുന്നില്ല. ഇപ്പോഴത്തെ വണ്ടി എടുത്തപ്പോൾ നിങ്ങൾ കണ്ട മനസ്സിലാവും. ഞാൻ വണ്ണസിൻ്റെ വണ്ടി എടുക്കാൻ പോയത്, എൻ്റെ കൂടെ ആരുമില്ല. ആരെന്ന് വെച്ചാൽ, ഞാൻ കാളിയുടെ ഓണർ അതുലിനെ വിളിച്ച് വരുത്തി. എന്ന് വെച്ചാൽ അവൻ എൻ്റെ ഒരു കമ്പനിക്കാരനാണ്, എന്ന് വെച്ചാൽ പരിചയമുണ്ട്, കൂട്ടുകാരനാണ്. അവൻ വിളിച്ചപ്പോൾ തന്നെ അന്നേരം ഓടി വന്നു കേട്ടോ. അളിയാ വണ്ടി എടുക്കാൻ പോകാനാണ്, നമ്മുടെ കൂടെ വരാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഓടി വന്നു, സഹകരിച്ചു. അപ്പോൾ അവനായിരുന്നു വന്നത്. അപ്പോൾ ഈ വണ്ടി എടുത്തപ്പോൾ ആരും നമുക്ക് സപ്പോർട്ടില്ല. ഈ നിമിഷം വരെയും ആരും സപ്പോർട്ടില്ല നമ്മുടെ കൂടെ. എൻ്റെ വണ്ടി എന്തായെന്ന് പോലും എൻ്റെ കൊച്ചു വീഡിയോയിൽ കൂടെ മാത്രമേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ പോലും ഒന്നും അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്നത്, 2017 വണ്ടിക്ക് 82,000 രൂപ അടവാണ്. ഒരു ഡിസംബർ തൊട്ട് നമ്മൾ മെയ് മാസം വരെ കയ്യിൽ നിന്ന് പൈസ അടയ്ക്കേണ്ട വന്നു. 82,000 രൂപ വെച്ച് കയ്യിൽ നിന്ന് പൈസ അടയ്ക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് ടാക്സ്, എന്ന് വെച്ചാൽ 3 മാസം കൂട്ടിയിരിക്കുമ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബസ്സിൻ്റെ ടാക്സ്. നേരത്തെ 33,000 ആയിരുന്നു, പക്ഷേ ഇപ്പം 44,100 രൂപയാണ്. പ്ലസ് ക്ഷേമനിധി ഒരു 2,600 രൂപ. അപ്പോൾ ഒരു 6-7 മാസത്തോളം സ്വന്തമായിട്ട് ഒരു 10,000 20,000 അല്ലെങ്കിൽ 25,000 രൂപ ബാലൻസ് വരുന്ന ഒരു വണ്ടിക്ക് ഞാൻ അടച്ചുകൊണ്ടിരുന്ന എമൗണ്ടാണ് ഈ പറയുന്നത്. ഏകദേശം ഒരു 1,00,000 രൂപ വെച്ച് ഒരു മാസം കയ്യിൽ നിന്ന് അടച്ചു. ഇപ്പോൾ 8 മാസം അടച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ത് സംഭവിക്കും എന്ന്. പിന്നെ രണ്ടാമത് 2 വണ്ടി, എന്ന് വെച്ചാൽ ആ 2017 ബസ്സും ഒരു 2024 പുത്തൻ ട്രാവലറും. ആ ട്രാവലർ ചിലപ്പോൾ ഞാൻ തിരിച്ചിങ്ങെടുക്കും, ഒരു വ്യക്തിക്ക് കൊടുത്തേക്കാണ്. പക്ഷേ സാഹചര്യം ഓക്കെ ആകുവാണെങ്കിൽ ആ വണ്ടി ഞാൻ തിരിച്ചിങ്ങെടുക്കും. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ വിൽക്കുന്നത് എന്ന്. കാരണം ഒരു കാരണവശാലും അതെൻ്റെ കയ്യിൽ എനിക്ക് ഇട്ട് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നൊരു വ്യക്തി നമ്മുടെ അടുക്കൽ നിന്ന് പോയപ്പോഴത്തേക്ക്, ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല, ഞാൻ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു പ്രസ്ഥാനം നമ്മളൊരാളെ ഏൽപ്പിച്ച് വെച്ചപ്പോൾ ടപ്പെന്നിട്ടേച്ച് പോയപ്പം അതിൻ്റെ ഓണറായ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ്. ഞാൻ പുള്ളിയെ കുറ്റപ്പെടുത്തുമല്ല. പോട്ടെ, അതങ്ങ് വിട്ടേരെ. അപ്പം ഓട്ടത്തിൻ്റെ കാര്യം പോട്ടെ. ഇപ്പോൾ 2024 ട്രാവലർ അതിന് 48,000 രൂപ അടവ്. അത് എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു ഫോൾട്ട് കൊണ്ട് പറ്റിപ്പോയത്. എന്ന് വെച്ചാൽ, ഈ 2017 നവംബർ AC വണ്ടിയായിരുന്നു എൻ്റെ കയ്യിൽ. ഇപ്പോൾ സൈഡ് ഇഞ്ചനായിരുന്നു. അപ്പോൾ അത് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സീനാണെന്ന് അറിഞ്ഞ്, സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കൂടെ നിന്ന് കുറേ ആൾക്കാർ എൻ്റെ ഇടയ്ക്ക് കിട്ടത്തില്ല എന്നെ കുറച്ച് അലട്ടിയപ്പോഴത്തേക്ക് ഞാൻ മാനസികമായിട്ട് അങ്ങ് ഡൗൺ ആയി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ വണ്ടി എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നായി. അപ്പം ഞാൻ ഈ വണ്ടി ഓൾറെഡി വിൽക്കാനായിട്ട് ഇട്ടപ്പം എല്ലാവരും പറഞ്ഞു, ഓട്ടം കയ്യിൽ നിൽക്കുന്ന ഒരു വണ്ടിയല്ലേ, കൊടുക്കരുത്. എന്ന് വെച്ചാൽ ഈ ഓട്ടം എന്ന് പറഞ്ഞാൽ മലമറിച്ച ഓട്ടമൊന്നുമല്ല, കുറച്ച് കല്യാണ ഓട്ടം. രണ്ടാമത്തെ കാര്യം, ഈ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ നാണംകേടാണ്, എല്ലാവരും കളിയാക്കും. കാരണം എൻ്റെ പ്രായം അതാണ്. ഞാൻ കാണിച്ചത് അതിനെക്കാട്ടും വലിയ പരിപാടിയാണ്. സാമ്പത്തികമായിട്ട് വലിയ സ്റ്റെബിളായിട്ടുള്ള ആളല്ല ഞാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ വണ്ടി ഞാൻ സെയിൽ ചെയ്ത് ആ
കച്ചവടം മുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു മണ്ടത്തരം പറ്റി. ഈ വണ്ടി കച്ചവടം ആയെന്ന് വിചാരിച്ച് ഞാൻ ചേർത്തലയിലുള്ള CCT എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ വണ്ടിക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് 2012 സെഡോണ് അഡ്വാൻസ് കൊടുത്തപ്പോഴത്തേക്ക് ഈ വണ്ടി കച്ചവടം ആയില്ല. ഈ വണ്ടി കച്ചവടം ആവാതെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ടപ്പെന്ന് അടുത്തൊരു ലോൺ എടുക്കേണ്ടി വന്നു. അതാണ് ഈ ട്രാവലറിന് ഇട്ടേക്കുന്ന ലോൺ എന്ന് പറയുന്നത്. ആ ലോണ് അടവ് വന്നപ്പോഴത്തേക്ക് 48,000 രൂപ അടവ്, 50 രൂപ കൂട്ടിക്കും. അതിന് ടാക്സ് ഒരു 3 മാസം കൂടിയിരിക്കുമ്പോഴത്തേക്ക് 23,000 രൂപ പ്ലസ് ക്ഷേമനിധി 2,600 രൂപ അതിനും ഉണ്ട്. ഏകദേശം പറഞ്ഞാൽ ഈ ഒരു ജനുവരിയൊക്കെ ആയപ്പോഴത്തേക്ക് മൊത്തം 3 വണ്ടി കയ്യിലായി. 3 വണ്ടിക്കകത്തിൽ ഒരു വണ്ടിക്ക് 82,000, ഒരു വണ്ടിക്ക് 48,000 പ്ലസ് എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഒരു 1,50,000 രൂപ ഒരു മാസം അടവ്, 1,50,000 രൂപ അടവും വന്നു. 3 മാസം കൂടിയിരിക്കുമ്പം 3 വണ്ടിയുടെ എന്ന് വെച്ചാൽ 1,20,000 രൂപയോളം ടാക്സും വന്നു. ഏകദേശം ചുരുക്കം പറഞ്ഞാൽ എന്നെപ്പോലൊരു വ്യക്തിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തങ്ങ് പോയി. അപ്പുറത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ എടുത്തിയാടി കാണിച്ചൊരു തീരുമാനം എന്ന് വെച്ചാൽ ഈ 2017 വണ്ടി വിൽക്കാൻ പറ്റാതായി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ എടുത്ത സെഡോൺ തിരിച്ച് വിറ്റെന്ന് വെച്ചാൽ വേറൊരു പാർട്ടീനെ കണ്ട് ഞാൻ വിറ്റു. ഞാൻ എടുത്തത് അവിടുന്ന് 18,75,000 രൂപയ്ക്ക് എടുത്തു. ഒരു 75,000 രൂപ ഇൻഷുറൻസ് അടച്ചു, ഒരു മാസത്തെ ടാക്സ് അടച്ചു. എല്ലാം കൂടെ എനിക്കൊരു 19 രൂപ അതിന് മുടക്കൊണ്ട് ഞാൻ 20,50-നാണ് വണ്ടി വിറ്റത്. 1 ലക്ഷം രൂപ വണ്ടിയെ കിട്ടി, ഒരു 10,75,000 രൂപ ഓടി. ഇപ്പോൾ ഒരു 1,75 വെച്ചാൽ അതിൽ ലാഭമായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല, കാരണം ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പൈസ. പോട്ടെ. അപ്പം ഈ സെഡോണ് വിറ്റതിൻ്റെ പിറ്റേ ദിവസം ഈ പറഞ്ഞ സൈഡ് ഇഞ്ചൻ വണ്ടിയും കച്ചവടമായി. എന്ന് വെച്ചാൽ എനിക്കത് കൊടുത്തേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ആ വണ്ടിയും കച്ചവടമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പുറമെ കരക്കമ്പി അങ്ങ് ഇറങ്ങി. എന്ന് വെച്ചാൽ എന്നെ ഒട്ടും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ. എനിക്കൊരു ഓട്ടം തന്നെങ്കിൽ എനിക്ക് വിഷമമില്ല. ഞാൻ കയറെടുക്കാറായി, തൂങ്ങാറായി, മരിക്കാറായി, ചാവാറായി ഒന്നുമല്ല. 17-ാമത്തെ വയസ്സിൽ ഒന്നും ഇല്ലാതെ ഇറങ്ങി. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഇത് ഞാൻ പൊങ്ങച്ചൊന്നും പറയാമല്ലോ കേട്ടോ, ഇത് എൻ്റെ ഒരു 22-ാമത്തെ വയസ്സിൽ വെച്ച വീടാണ്. എൻ്റെ വീട്ടിൽ ആരും ഇല്ല ഇപ്പം നിലവിൽ. ഞാൻ കല്യാണം കഴിച്ചതാണ്, ഒരു കുഞ്ഞുണ്ട്. അപ്പം ഭാര്യ പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരു 45 ദിവസം. ഒരു പെങ്കൊച്ചാണ്, അവിടെ പേര് റേച്ചൽ എന്നാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഇവിടെ എൻ്റെ വീട്ടിലാരും നോക്കാനില്ലാത്തതുകൊണ്ട് അവരുടെ വൈഫിൻ്റെ വീട്ടിൽ തന്നെയാണ് അവർ. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മളറിയാത്ത കുറേ പേര് നമ്മളെപ്പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു സപ്പോർട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമമില്ല. എല്ലാവരും പറഞ്ഞു തുടങ്ങി ചാവാറായി, മരിക്കാറായി, തൂങ്ങാറായി. അങ്ങനെയൊന്നും ഒന്നുമില്ല. ജോലി ചെയ്യാൻ നല്ല കഴിവുണ്ട്. ഇപ്പോഴും ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്, വണ്ടിയിലല്ല ജീവിക്കുന്നത്. അപ്പം പറഞ്ഞു വന്നത്, അപ്പം 2 ബസ് അങ്ങ് കൊടുത്തു. 2 ബസ് കൊടുത്തപ്പോഴത്തേക്ക് വായിൽ നിന്ന് പല കാര്യങ്ങൾ വീണു തുടങ്ങി. അപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ ഉള്ളിൽ ഈഗോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു പ്രശ്നം എന്നെ അലട്ടി. അങ്ങനെ അലട്ടിയിരുന്ന സമയത്താണ് ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നത് വണ്ണസിൻ്റെ ഒരു വണ്ടി, എന്ന് വെച്ചാൽ പച്ചവണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ പേര് ത്രിലോക്. ആ വണ്ടി സെയിലിന് കിടക്കുന്നു. അപ്പോൾ എനിക്ക് വണ്ണസിൽ ആരോമലിയേട്ടനുമായിട്ട് ചെറിയൊരു കമ്പനി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പലയിടത്തും വെച്ച് വിളിച്ച് ഇങ്ങനെ സംസാരിച്ച ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ ഇതേപോലെ വണ്ടി സെയിലിന് കിടക്കുന്നുണ്ടല്ലോ, ഉണ്ടോ, എങ്ങനെയായ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പുള്ളി പറഞ്ഞു ത്രിലോക എന്ന് പറഞ്ഞാൽ വണ്ടി വിറ്റു, രാവൺ കിടപ്പുണ്ട്, വന്ന് നോക്ക്. അപ്പോൾ അവരെൻ്റെ ഇടയ്ക്ക് ചോദിച്ചാൽ 47 ലക്ഷം രൂപയാണ്. ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഈ 47 ലക്ഷം രൂപ. എല്ലാവരും പറഞ്ഞു നീ എടുത്ത വില കൂടുതലല്ലയോ ഇതിൻ്റെ ഞാൻ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ 45 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ വണ്ടി എടുത്തത്. വണ്ടി ഇഷ്ടത്തിൻ്റെ പുറത്തെടുത്തത്. ചില ഇഷ്ടങ്ങൾക്ക് നമ്മൾ പൈസ നോക്കിയെന്നാൽ ആ ഇഷ്ടം നമുക്ക് നേടാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ 45 ലക്ഷം രൂപയ്ക്ക് ഓക്കെയാണ്. വണ്ടിക്കാക്കി കിക്കറില്ല, പറ്റിച്ചു വലിപ്പിച്ചു എന്നൊക്കെ കുറേ സംസാരമുണ്ട്. പക്ഷെ ഒന്നുമില്ല, ഞാൻ എങ്ങനെയാണോ വണ്ടി കണ്ടത് ആ രീതിയിൽ തന്നെ വണ്ണസ് എനിക്ക് തന്നിട്ടുണ്ട്. അവരതിൻ്റെ അകത്ത് നിന്ന് ഒരു സാധനം ഊരിയെന്ന് ഞാൻ പറയത്തില്ല. അതിൻ്റെ അകത്ത് ചിലപ്പോൾ കിക്കർ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഊരിയായിരിക്കും, അതൊന്നും എനിക്കറിയത്തില്ല. എന്നെ കാണിച്ചപ്പോൾ ഒന്നുമില്ല. പിന്നെ നോർമൽ സെറ്റ് എന്തിനാണ് എടുത്തിയാടി പോയി സെറ്റ് വർക്ക് ചെയ്തത്? എന്നെ കാണാൻ ഇപ്പോൾ കുറഞ്ഞതൊരു 10,000 കുട്ടികളുണ്ട്. കുട്ടികളെന്ന് വെച്ചാൽ പല പ്രായത്തിലുള്ള ചേട്ടന്മാരുടെ ഒക്കെ ഭയങ്കര സ്നേഹം. എൻ്റെ കൂടെ നിൽക്കുന്നവരെക്കാട്ടി കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ആളുള്ള സ്ഥിതിക്ക് ആ ഒരു വണ്ടി വരുന്നത് അത്ര ഹൈപ്പോടായിരിക്കും അവർ കാണുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ആ വണ്ണസ് എനിക്ക് തന്ന ലെവലിൽ ഞാനിവിടെ വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒറ്റ ഓട്ടം കൊണ്ട് ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചുകൊണ്ട് വന്ന കാര്യങ്ങളെല്ലാം പോവും. എൻ്റെ കാരണം ഞാൻ കൊടുത്ത വണ്ടിക്ക് ഇതിലും സൗണ്ടും ലൈറ്റും വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ വണ്ണസിനെ കുറ്റപ്പെടുത്തുമല്ല, നമുക്ക് തന്നപ്പോൾ ഉള്ള രീതി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൊണ്ട് ബമ്പർ ലിപ്പും ചാനലും അടിച്ച് ചെറിയൊരു ടച്ച് കൂടെ ചെയ്തു. കാരണം പെയിൻ്റ് അടിക്കാനുള്ള പൈസ ഞാൻ വർമാസി വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഏകദേശം 4.5 ലക്ഷം രൂപ കൊട്ടേഷൻ എടുത്ത വണ്ടിയാണത്. വണ്ടി റീസെറ്റ് പൊട്ടിച്ച് പണിതേ പറ്റത്തുള്ള അവസ്ഥയിൽ കിടക്കുവാന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഈ കാര്യം ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് അന്വേഷിച്ചില്ല. കാരണം
വർമാസിൻ്റെ സെറ്റ്. പക്ഷെ വർമാസിൻ്റെ സെറ്റ് ശരിക്കും ആ വണ്ടി അല്ല, ഫുൾ വയറിങ് വന്നത് ഫുണിക്സ് എന്ന് പറയുന്നതെങ്ങാണ്ട് അവിടെ എങ്ങാണ്ട് കൊടുത്ത് ഈ ത്രിലോകം രാവണൻ പണിത് രണ്ടാമത് പൊട്ടിച്ചാണ് വർമാസിൽ കൊണ്ടുവന്ന്. അങ്ങനെ വന്ന് പൊട്ടിച്ചപ്പോഴത്തേക്ക് വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പെർഫെക്റ്റ് അല്ലായിരുന്നു. വർമാസിൻ്റെന്ന് പറഞ്ഞ സെറ്റ് പെർഫെക്റ്റ് അല്ലായിരുന്നു അതിനകത്തിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു, ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കിക്കർ അല്ല, കിക്കറിൻ്റെ അത്രയും പവറില്ല എന്നൊന്നും വിചാരിക്കണ്ട. കിക്കർ 1000 RMS സാധനമാണ്. RMS എന്ന് വെച്ചാൽ അതിൻ്റെ പവറാണ്. അത് കിക്കർ നമ്മൾ വയ്ക്കുന്ന സബിന് 500 RMSൻ്റെ ഒരു 5-നും 10-നും ഇടയ്ക്കാണ് നമ്മൾ വയ്ക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയത്തില്ല, 5-നും 10-നും ഇടയ്ക്ക് വണ്ടിക്കകത്ത് കയറ്റുന്നുണ്ട്. അപ്പം 2 കിക്കർ എന്ന് പറയുമ്പോൾ 2000 RMS, നമ്മൾ വയ്ക്കുന്ന അതിൻ്റെ ഇരട്ടിയുണ്ട്. എന്ന് വെച്ചാൽ ഇടി കുറവായിരിക്കത്തില്ല, പക്ഷേ കിക്കറിൻ്റെ ഇടി എന്ന് വെച്ചാൽ പിടിച്ച് വിറപ്പിക്കുന്ന ഇടിയാണ്. നമ്മൾ വയ്ക്കുന്ന വെച്ചാൽ നല്ല ബാസാണ്, ക്ലിയർ ബാസാണ്. എന്ന് വെച്ചാൽ വെറുപ്പീരില്ല, പക്ഷേ നല്ല മുഴക്കമായിരിക്കും കേൾക്കാൻ. പ്രത്യേകിച്ച് വർമാസിൻ്റെ സെറ്റ് കൂടെ ആകുമ്പോഴത്തേക്ക് അത് ക്ലാരിറ്റി പക്ക. ഞാൻ അപ്പോഴും പറയുന്നു, എന്നും പറയുന്നു, വർമാസിൻ്റെ സെറ്റ് മാരക ഐറ്റം തന്നെ. കാരണം അവിടെ നിങ്ങൾ ഒരു ദിവസം ഒന്ന് പോയി നോക്കണം. പക്ഷേ ഭയങ്കര ജാടയാണ്, നമ്മളതൊന്നും മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. വിഷമമുണ്ട്, കാരണം ഞാനവിടെ കുറേ വട്ടം പോയി. നമ്മളെ നോക്കാൻ അവർക്ക് സമയമില്ല, അതുപോലെ തിരക്കാണ് അവിടെ. അതൊക്കെ പോട്ടെ. ഇപ്പം നമ്മൾ ഏകദേശം ഇപ്പം അത്യാവശ്യം നല്ലൊരു വർക്ക് ചെയ്താണ് വണ്ടി ഇറക്കിക്കൊണ്ട് വരുന്നത്. ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സ്പെക്ട്ര എന്ന് പറയുന്നൊരു സെറ്റ് വർക്കാരുണ്ട്, അവരുടെയൊക്കെ ഞാൻ സെറ്റ് കൊടുക്കാഞ്ഞതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഓൾറെഡി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വാറൻറ്റിയും കാര്യങ്ങളും കിടന്ന് കേൾക്കാതിരുന്ന സബ് വർക്ക് ചെയ്ത് തരാമെന്ന് 1SIയിൽ നിന്ന് എനിക്ക് പറഞ്ഞായിരുന്നു. അവിടെ കൊണ്ട് കൊടുത്താൽ മതി, അതിൻ്റെ ആമ്പും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അവർ പ്ലേ ചെയ്ത് ഓണാക്കി തരും. ഇപ്പോൾ ഓഫായിട്ടിരിക്കുന്ന നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടുകൂടാണ് നമ്മൾ വണ്ടി വർമാസിൽ കൊണ്ടുപോയി. ഇപ്പം നാളെ വണ്ടി ഡെലിവറിയാണ്, നാളെ തിങ്കളാഴ്ച. എല്ലാവരും ചോദിക്കുന്നു വണ്ടിയുടെ പണി എന്തുവായി, എവിടായി, എങ്ങനെയായെന്നൊക്കെ. പക്ഷെ നാളെ വണ്ടിയുടെ ഡെലിവറിയാണ്. പോട്ടെ. പിന്നീടുള്ള കാര്യമെന്ന് വെച്ചാൽ നാളെ വണ്ടി ഡെലിവറിയാണ്. നമ്മൾ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് പോയി വണ്ടി എടുക്കും. പിന്നീട് നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഈ വണ്ടിയുടെ ഫിനാൻസ് ഇപ്പോൾ എടുത്തേക്കുന്ന 1S എന്ന് പറയുന്ന വണ്ടിക്ക് എത്ര രൂപ ഫിനാൻസ് ഉണ്ട്, അടവുണ്ട്, നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. കമൻറ്റിൻ്റെ അടിയിലൊക്കെ ഒരുപാട് പേര്, എന്നെ സംബന്ധിച്ച് ഇതൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നെ കേൾക്കാനായിട്ടും പറഞ്ഞില്ലേ, എന്നെ ആഗ്രഹിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ പേർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ജാട ഇട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിതത്തിൽ എപ്പോഴും വന്ന വഴി മറക്കരുത്, അത് മെയിനാണ്. കാരണം എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ആ കാര്യം. ഞാൻ ആരുടെയെങ്കിലും ജാടയും പൊങ്ങിച്ച് എന്നെ ഒരുപാട് പേര് കൂടെ നിന്നിട്ട് നല്ല രീതിയിൽ തേച്ചിട്ടുണ്ട്. നമുക്ക് വിഷയമില്ല, നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. കാരണം എന്നെ വ്യക്തിപരമായിട്ട് അറിയാം, ആദ്യത്തെ വണ്ടിക്കകത്തിൽ മെയിൻ എനിക്ക് എന്തോ പറ്റിയെന്ന്. കാരണം എൻ്റെ അത്രമേൽ വേണ്ടപ്പെട്ട ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ എന്നോടവൻ പറയുന്നതെന്ന് വെച്ചാൽ അതിൽ പിന്നെ അവൻ വലിയ കൂട്ടൊന്നുമില്ല എൻ്റെ ഇടയ്ക്കൽ. നമ്മളാരെയും ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായിട്ടെങ്ങും ആരെയും ഒന്നും പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പം എന്തോ എൻ്റെ കുറേ എടുത്തിയാട്ടം കൊണ്ട് എനിക്ക് കുറേ നഷ്ടങ്ങൾ വന്നു. പിന്നെ ഇപ്പോൾ ഈ വണ്ടി വന്നേക്കുന്നത് ഒരു മാസം 1,09,412 രൂപയാണ് അടവ്, ഒരു വർഷം. പിന്നെ അടവ് കുറയും, ഏകദേശം ഒരു 36 മാസം കൊണ്ട് ഈ വണ്ടിയുടെ CC തീരുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇത്രയും പൈസ ഓടുമെന്ന് നിങ്ങൾക്കൊരു ചോദ്യം വരും, ഒരിക്കലും ഓടത്തില്ല. പിന്നെ ടൂറിസ്റ്റ് ബസ് എടുക്കാനായിട്ട് കുറേ പേര് എന്നോടൊക്കെ ഒത്തിരി പേര് വിളിച്ചു, ചേട്ടാ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് വണ്ടി എടുക്കണം, എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ. അപ്പം എനിക്ക് പറഞ്ഞുതരാനുള്ളൊരു കാര്യം, പോക്കറ്റിൽ പൈസ ഉണ്ടോ ബസ് എടുക്കുക. ഇപ്പം നീ എടുത്തതാക്കി നിങ്ങൾക്കൊരു ചോദ്യം വരും, നീ പിന്നെ എന്തിനാടാ എടുത്തതെന്ന്. ഞാൻ ജോലി ചെയ്ത് അടയ്ക്കുമെന്നൊരു വിശ്വാസം, എന്ന് വെച്ചാൽ വണ്ടി ഓടിയില്ലെങ്കിലും ജോലി ചെയ്ത് ഞാൻ അടയ്ക്കും, അല്ലെ എന്നെ കൊണ്ടത് നടക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ വണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബസ് എടുത്തു കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ ഒരു സാധനവും വണ്ടിക്കകത്ത് വയ്ക്കാൻ ഒക്കത്തില്ല. വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞ് നമുക്ക് പോയിട്ട് വരുമ്പോൾ തുച്ഛമായിട്ടുള്ളൊരു 10,000-15,000 രൂപ ആയിരിക്കും നമുക്കൊരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഓടി വരുമ്പോഴത്തേക്ക് ബാലൻസ് വരുന്നത്. അതിൽ ടാക്സ് ഉണ്ട്, ക്ഷേമനിധി ഉണ്ട്, മെക്കാനിക്കൽ വർക്ക് ഉണ്ട്, ഗ്രീസിങ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികൾ ഇതിൻ്റെ പുറകെ ഉണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന 15,000 നമ്മുടെ പോക്കറ്റിൽ ഒരിക്കലും വയ്ക്കാൻ ഒക്കത്തില്ല. പിന്നെ ഒരു 2 ലക്ഷം രൂപ കൂട്ടിക്കോ, സർക്കാരിന് ടാക്സും ക്ഷേമനിധിയായിട്ട് അങ്ങ് പോകും ഒരു വർഷത്തിൽ. 11 മാസം കൂടിയിരിക്കുമ്പോൾ ഒരു വണ്ടിക്ക് ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് 11 മാസം കൂട്ടിയിരിക്കുന്ന ടെസ്റ്റ്. അപ്പോൾ ഏകദേശം ആലോചിച്ചോണം, ഒരു 3 ലക്ഷം രൂപ വണ്ടി ഓടിയാലും ഓടിയില്ലെങ്കിലും CC ഇല്ലാതെ, എന്ന് വെച്ചാൽ ഫിനാൻസ് പരമായിട്ടുള്ളൊരു കാര്യം ഇല്ലാതെ കൊണ്ട് 3 ലക്ഷം രൂപ ഒരു വണ്ടിക്ക് ചിലവുണ്ട്. നമ്മുടെ വണ്ടി മാക്സിമം ഓടുന്നതെന്ന് വെച്ചാൽ ഒരു മാസം ഒരു 60,000 രൂപ. സീസൺ അല്ലാത്ത സമയത്താണ്, സീസൺ സമയത്ത് വണ്ടി ഓടും, കള്ളത്തരം പറയത്തില്ല. പൈസ കിട്ടുമെന്ന് വെച്ചാൽ കിട്ടും, പക്ഷേ നമ്മളൊരു 60,000 രൂപയെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ധാരണയിൽ ഒരു വണ്ടി കളിക്കാവും. അതിൽ കൂടുതലിട്ട് കളിച്ചു കഴിഞ്ഞാൽ
എനിക്ക് കുറച്ച് മുമ്പ് വന്നൊരു അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, 3 വണ്ടി എങ്ങനെ കയ്യിൽ നിന്ന് പോയെന്ന്. ഓക്കെ, അതേപോലെ തന്നെ ട്രാവലർ കയ്യിൽ നിന്ന് പോയൊരു കഥ പറയാമെന്ന് വെച്ചാൽ, ട്രാവലർ വണ്ണസ് എടുക്കാൻ വേണ്ടി കൊടുത്താണ് കേട്ടോ. കാരണം വണ്ണസ് എടുക്കാൻ ടോക്കൺ കൊടുക്കാൻ എൻ്റെ പൈസ ഇല്ലായിരുന്നു. ഇപ്പം ഭാര്യയുടെ സ്വർണവും ചേച്ചിയുടെ സ്വർണമൊക്കെ വെച്ച് പിന്നെ ഈ ഇച്ചിരി തിരിമറിയൊക്കെ നടത്തിയിട്ടാണ് ഞാൻ ഒരു വണ്ടി എടുത്തേക്കുന്നത്. ആ വണ്ടിക്ക് ഞാൻ ഫിനാൻസ് ഇട്ടേക്കുന്നത് ഒരു 25 ലക്ഷം രൂപ ഫിനാൻസ് ഇട്ടേക്കുന്നത്. അതിൻ്റെ അടവാണ് ഞാൻ ഈ പറഞ്ഞ 1,09,412 രൂപ നമുക്ക് അടവ് വരും. പിന്നെ പറഞ്ഞു വന്ന കാര്യത്തിൽ നമ്മൾ മാറിപ്പോയി. നിങ്ങളൊരു വണ്ടി എടുക്കുവാണെങ്കിൽ ഉള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏകദേശം ഒരു 3 ലക്ഷം രൂപ ഒരു മാസം ചിലവ്, ഒരു വർഷത്തിൽ ചിലവുണ്ട്. 11 അല്ല 12 മാസം കൂടി ഇരിക്കുമ്പോൾ 6 മാസം സീസണുള്ളൂ. 6 മാസം വണ്ടി ശരിക്കും ഓടത്തുള്ളൂ, ബാക്കി കിടന്നു പോകും. വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവർ എടുക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല. നമ്മളൊരിക്കലും മുതലാളി കളിച്ചിരിക്കരുത്, അല്ല വീട്ടിൽ പൈസ ഉള്ളിടത്തൊന്നായിരിക്കണം. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയ്ക്ക് തന്നെ കാണിക്കുക എൻ്റെ ജോലി എന്തുവാന്ന്. പിന്നെ പോട്ടെ, വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവർ ഈ പറയുന്ന 3 ലക്ഷം രൂപ ഒരു വർഷം വണ്ടി ഓടിയാലും ഓടിയില്ലെങ്കിലും നമുക്ക് മുടക്കാം. അപ്പം ബാക്കി CC വരുന്നത്, നമ്മളിപ്പോൾ റീഫിനാൻസിന് പോവുകയാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് 2,000 രൂപ അടവ് വരുന്നത്. 2,000 രൂപ അടവെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ബാങ്കിൽ പോയാലും 1 ലക്ഷം രൂപയ്ക്ക് 2,000 രൂപ. അല്ല പിന്നെ റീഫിനാൻസ് ഒന്നും ICICI ബാങ്ക്, SBI അങ്ങനെയുള്ള ബാങ്കുകളൊന്നും തരത്തില്ല. നമുക്കിതേപോലെ എന്ന് വെച്ചാൽ പ്രൈവറ്റായിട്ടുള്ള കമ്പനികളാണ് നമുക്ക് ഇങ്ങനെയുള്ള വെഹിക്കിളിനൊക്കെ ലോൺ തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്ന സ്ഥിതിക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ലാത്ത പക്ഷം നമ്മൾ ജോലിക്ക് പോകേണ്ട വരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇരുന്ന് ഓടേണ്ട വരും. ഓടിക്കഴിഞ്ഞാൽ ഇപ്പം കുറേ ഡ്രൈവർമാർ വണ്ടി എടുക്കുന്നുണ്ട്. ഡ്രൈവർമാർ വണ്ടി എടുക്കുക വെച്ചാൽ അവർക്ക് ഓടി നിൽക്കാൻ പറ്റുക നിൽക്കാൻ പറ്റും. കാരണം ഈ വണ്ടി ഓടി പോയിട്ട് വരുമ്പോൾ ഈ കിട്ടുന്ന ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഓട്ടം 10 രൂപയുടെ ഓട്ടത്തിനൊക്കെ ഉള്ളൂ 900 രൂപ. നല്ലൊരു ട്രിപ്പൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് 10,000-12,000 ഒരു 3 ദിവസം കൊണ്ട് ശമ്പളം കിട്ടും. ഇതില്ലെന്ന് പറഞ്ഞതിനടിയിൽ ആരും വരല്ലേ, കിട്ടുക, കാരണം കൊടുത്തോണ്ടിരുന്നവനാണ് ഞാൻ. അപ്പം ബാക്കി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടമുള്ളവർക്ക് വണ്ടി എടുക്കുന്നതിനെ പറ്റി പറയുവാണെങ്കിൽ വണ്ടി നല്ലൊരു പരിപാടിയാണ്. ഇഷ്ടം, സ്നേഹം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഓട്ടം കിട്ടുമെന്ന് വെച്ചാൽ ഫിക്സഡായിട്ട് ഈ ഒരു വണ്ടിക്ക് ഓട്ടം കിട്ടത്തില്ല. കാരണം ഇത് കല്യാണം, ട്രിപ്പ് അറിയാമല്ലോ, മത്സരമാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി തന്നെ വന്ന് ഇവിടെ കിടന്ന് ഓടുന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. പിന്നെ പാക്കേജർമാരുടെ കയ്യിലാണ് ഇത് മൊത്തം ഇരിക്കുന്നത്. അവരാണ് നമ്മൾ പറയുന്ന വാടക തരത്തില്ല, അല്ലെ വണ്ണസ് ആയിരിക്കണം. വണ്ണസിൻ്റെ അത്ര വാടകയൊന്നും പറഞ്ഞാൽ നമുക്ക് ഓടാൻ ഒക്കത്തില്ല കേട്ടോ. നമ്മൾ നോർമൽ വാടകയേ ഉള്ളൂ. എവിടെ വിളിച്ചാലും, കേരളത്തിൽ നിങ്ങൾ എവിടെ വിളിച്ചാലും എൻ്റെ വണ്ടി വരും. പിന്നെ ഇവിടുന്ന് അവിടെ വരുന്ന കത്ത് റേറ്റൊന്നും വാങ്ങത്തില്ല. നമ്മുടെ ചിലവ് പൈസ നമ്മൾ വാങ്ങിച്ച് കേരളത്തിൽ എവിടെ വിളിച്ചാലും വന്ന് ഓടും. ഗംഭീര വർക്കാണെന്ന് ഞാൻ പറയത്തില്ല, നോർമലി സാധാരണപ്പെട്ടവൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആ ഒരു ലെവൽ കണ്ടാൽ മതി. എന്ന് വെച്ച് കളിക്കാൻ വന്ന ഉടയ്ക്കാനുള്ള സാധനം വണ്ടിക്കകത്തിലുണ്ട്. ആ ഒരു കാര്യമോടെ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ എൻ്റെ ജോലി ഞാനിപ്പോൾ കാണിക്കാം. ഞാനിപ്പോൾ വീട്ടിലാണ്. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ അടുത്ത് തന്നെ എനിക്കൊരു കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിലെ ഒരു 17 വയസ്സായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എന്നെ ജോലിയെല്ലാം പഠിപ്പിച്ചു, വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു, എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. ഞാൻ ഈ ബസ് ഫീൽഡിൽ വരാൻ കാരണം പോലും എൻ്റെ അപ്പനാണ്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് പുള്ളിക്കാരനൊരു വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഒരു വർഷം അടുത്ത് ഉപയോഗിച്ചു കേട്ടോ. ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരനത് നടത്താൻ പറ്റാണ്ട് പുള്ളി കൊടുക്കാറായപ്പോഴത്തേക്ക് ഞാൻ ഈ വീട് വെക്കാൻ നിന്ന സമയമൊക്കെയാണ്. അപ്പം ഇതിന് കുറച്ച് പൈസ എൻ്റെ ഉണ്ടായിരുന്നു. പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഫുൾ പൈസ തന്നേക്കാം, വണ്ടി എനിക്ക് തന്നേരെ. പക്ഷേ കുഞ്ഞിലാട്ട പുള്ളി നമ്മളൊരിക്കലും അംഗീകരിക്കുന്ന ഒരാളല്ല, കുറ്റപ്പെടുത്തുമല്ല. എനിക്കൊരു പ്രശ്നം വന്നാൽ ഇപ്പോൾ ഇവിടെ വരും, അത് വേറൊരു കാര്യം. പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്. ആ ഒരു മൈൻഡോടെ കിടന്നുകൊണ്ടാണ് ഞാൻ അത്രയും നാളുകൊണ്ട് ഈ വീട് വെച്ച് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു വണ്ടി എടുക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കിടന്നുകൊണ്ട് ഞാൻ വണ്ടി പന്തളം അടൂർ ഇടയ്ക്കുള്ളൊരു വണ്ടി പോയി എടുത്തിട്ട് വന്നു. അത് എനിക്കൊരു 6 ലക്ഷം രൂപയോളം മെക്കാനിക്കൽ വർക്കും AC ഒക്കെ ചോരുമായിരുന്നു. മഴ പെയ്ത ഒരു തുള്ളി വെള്ളം വെളിയിൽ പോകത്തില്ല. അത് പോട്ടെ, വിട്ടേരെ, എൻ്റെ കയ്യിലെ തെറ്റാണ്. വണ്ടി നോക്കാതെ പോയി ചാടിക്കയറി എടുത്തിട്ട് വന്ന് ഫസ്റ്റ് ഓട്ടം പോയിട്ട് വന്നപ്പോഴത്തേക്ക് 2 ബാറ്ററി ഓൾട്ടർനേറ്റർ പോയി, ടയർ ബാക്കിലെ വെടി തീർന്നു. എൻ്റെ പൊന്നെ, ഞാൻ നരയിച്ചത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതൊന്നും ഒരു വണ്ടി എടുക്കാൻ പോകുന്നവർ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു ബസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ 3 ലക്ഷം രൂപ മാത്രമല്ല, ബസ്സിൻ്റെ ഒരു ടയർ വെടി തീർന്നു കഴിഞ്ഞാൽ 33,000 രൂപ വേണം. നല്ലൊരു കമ്പനി സാധനം വേണമെങ്കിൽ 2 ടയർ മാറുമ്പോഴത്തേക്ക് 66,000 രൂപ. ഫിറ്റിംഗ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് 70,000 രൂപ നമ്മുടെ പോകും. കാരണം വണ്ടി ടയർ ഇട്ട് കഴിഞ്ഞാൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എടുത്ത് ചാടാം, പക്ഷെ തിരിച്ച് കയറാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ മാത്രം. ഇപ്പം ഞാൻ പറയില്ലേ, ഈ എന്നെപ്പോലെ ആവണം, അല്ലെങ്കിൽ പൈസ ഉണ്ടായാലും എടുക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം നമ്മുടെ വണ്ടി
പോയ കഥ കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത്രേ ഉള്ളൂ. ടപ്പെന്ന് ഓടിച്ചു വിട്ട് പറയാം. 2017 വണ്ടി എടുത്തു. നമ്മുടെ കൂടെയുള്ള ആൾ ഇറങ്ങുന്നിടം വരെ വണ്ടി നല്ല രീതിയിൽ ഓടി. പുള്ളി നിന്നിടത്തോളം കാലം പെർഫെക്റ്റ്. ഇത്രയും ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ഒരാൾ വേറെ ഇല്ല. എൻ്റെ കൂടെ അങ്ങനെ ആരും നിന്നിട്ടുമില്ല. പട്ടിപ്പണി ചെയ്യും. വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലീനർ ഇല്ലെങ്കിലും വണ്ടി വൃത്തിയായിട്ട് കഴുകി ക്ലീനാക്കി തന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി. പുള്ളിയെ അമിതമായിട്ട് വിശ്വസിച്ചു. വിഷയമില്ല. പുള്ളി ഇറങ്ങിക്കഴിഞ്ഞ് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പുള്ളി വേറെ ഇടത്ത് പോയുള്ളൊന്നും വിഷയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്കൊരു കുറച്ച് ഓട്ടം തരാമായിരുന്നു. പുള്ളി ആ ഒരു ഇതിൽ പിന്നെ എനിക്ക് ഇന്ന് വരെ ഒറ്റ ഓട്ടം തന്നിട്ടില്ല എൻ്റെ ബസ്സിനെന്ന് വെച്ചാൽ പുള്ളി എൻ്റെ കൂടെ നടക്കുന്നവർക്ക് പോലും ഓട്ടം കൊടുത്ത്. നമ്മൾ കമ്പനിക്കാരാണല്ലോ, ഈ വണ്ടിക്കാരല്ല. അപ്പം എൻ്റെ മുന്നിൽ ഇരുന്ന പുള്ളി അവർക്ക് ഓട്ടം കൊടുത്തപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ കിടക്കുക. എൻ്റെ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾക്ക് വലിയ ഓട്ടം കാര്യങ്ങളുള്ള ആളല്ല. ഞാൻ അവനെ കുറ്റപ്പെടുത്തുന്നില്ല. ഓരോരുത്തരുടെ സഹകരണം കൊണ്ടായിരിക്കുമല്ലോ ഓരോരുത്തർ ഓട്ടം കൊടുക്കുന്നത്. അപ്പോൾ അവന് കമ്പനി അടിക്കാനുള്ള മൈൻഡ് ഇല്ലെന്നായിരിക്കും. പക്ഷേ മറ്റേ പുള്ളിക്കാരൻ ഉള്ളിടത്തോളം കാലം എൻ്റെ സിയും കാര്യങ്ങളെല്ലാം അടച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി. പുള്ളിയുടെ കാര്യങ്ങളും പുള്ളി നടത്തി. കാരണം ഇതിൽ ഗൾഫ് മോട്ടോഴ്സിലെ കാര്യം പറഞ്ഞ പോലെ ഒരു വണ്ടി ഒരാളെ ഏൽപ്പിക്കുക എന്ന് വെച്ചാൽ വണ്ടി ഓടുന്ന പൈസയൊക്കെ 30 ദിവസം 40 ദിവസം കൂട്ടിയിരിക്കുമ്പോൾ ഒരുമിച്ച് സെറ്റിൽമെൻറ്റ് എന്ന് വെച്ചാൽ ഒരുമിച്ച് പുള്ളിയുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് ഞാൻ വാങ്ങിക്കത്തുള്ളായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ വണ്ടിയുടെ സി ഒക്കെ അടയ്ക്കാനുള്ള പൈസയൊക്കെ അന്നേരം ഉണ്ടായിരുന്നു. പിന്നീട് നടത്തി ഞാൻ ഇല്ലാണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക് പൊട്ടിയെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കില്ല. എനിക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു തൊഴിലറിയാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു 17 വയസ്സിൽ ഒരു 250 രൂപയും കൊണ്ട് ഇറങ്ങിയ ഞാനാണ്. എൻ്റെ വീട്ടുകാർ തന്ന പൈസ ഒന്നുമല്ല. ഇതെല്ലാം ഞാൻ തന്നെത്താനെ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള വിഷമവും കാര്യങ്ങളും ഒന്നും വരത്തില്ല. പിന്നെ ആ വണ്ടിയിൽ എൻ്റെ കുറേ പൈസ പോയതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ വിങ്ങൽ വരും കേട്ടോ ഉള്ളിൽ. മാക്സിമം ഒരു 5 മിനിറ്റ്, ആ 5 മിനിറ്റ് ആ നഷ്ടത്തിന് നമ്മൾ കൊടുക്കാവൂ ചിന്തിക്കാനായിട്ട്. ആ ചിന്തിക്കാൻ കൊടുക്കുന്ന സമയം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതുവഴിയാണ് നമുക്ക് നഷ്ടം വന്നത്, ഇനി ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം അത് ആലോചിക്കാനുള്ള സമയമാണ് 5 മിനിറ്റ്. അല്ലാതെ നഷ്ടം വന്നതിനെ വെള്ളമടിക്കാൻ പോയും അല്ലെങ്കിൽ പോയല്ലോ പോലെ നമുക്ക് വിഷമിച്ചൊന്നും ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നേടാൻ നമ്മുടെ ആയുസ് ദൈവം നമുക്ക് തന്നിടത്തോളം കാലം നമ്മൾ നേടും. പിന്നെ വേറെ ഒന്നുമില്ല. വണ്ടി പോയ കഥയൊക്കെ അങ്ങനെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തത് എന്നെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എൻ്റെ ജോലി ഇനി അടുത്തത് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ചിലരുടെയൊക്കെ മനസ്സിൽ ഭയങ്കര ബിൽഡപ്പാണ്, ഞാനങ്ങോട്ട് കാശുകാരനാണ് കോടീശ്വരനാണെന്നൊക്കെ ഉള്ള രീതിയാണ്. ഒന്നുമല്ല. ഞാൻ ഇപ്പോൾ കാണിക്കാം. ഒരു 10 മിനിറ്റ്. എനിക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് എനിക്ക് ഷോപ്പുള്ളത്, ഓമല്ലൂർ. കടയുടെ പേര് ജനത എന്നാണ്. അപ്പം കടയുടെ പേര് ജനത എന്നാണ്. കടയുടെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പരിപാടി എന്തോന്ന് മനസ്സിലാവും. കുറച്ച് പേർക്ക് എന്നെ അറിയത്തില്ല. എൻ്റെ കൊച്ചു കൂട്ടുകാരെന്ന് വെച്ചാൽ ഒരു +1 +2 പഠിക്കുന്ന പിള്ളേരാണ് എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇത്ര നേരം കാര്യം പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയണ്ടേ, സംസാരം പതറുന്നുണ്ട്. അപ്പം കൊച്ചുകുട്ടികളെന്ന് വെച്ചാൽ തീരെ കൊച്ചു പിള്ളേരല്ല കേട്ടോ. ഒരു +1 +2 ഉള്ള പിള്ളേർ എന്നെ പണ്ട് എനിക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ഞാൻ ഓടിപ്പോയി നോക്കുന്നത്. ഇപ്പോൾ ഈ പിള്ളേർ മെസ്സേജ് അയക്കുമ്പം അവന്മാർ പോകുന്നതിന് മുമ്പ് റിപ്ലൈ കൊടുക്കണം. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും. അപ്പോൾ അവന്മാർക്ക് റിപ്ലൈ കൊടുക്കാനേ ഇപ്പോൾ എനിക്ക് സമയമുള്ളൂ. രാത്രി 11 മണി 12 മണി വരെ ചാറ്റ് ചെയ്യുന്ന പിള്ളേരുണ്ട് എൻ്റെ കൂടെ. ഇപ്പോൾ ഈ വീഡിയോയ്ക്കടിയിൽ അവന്മാർ വന്ന് കമൻറ്റ് ഇട്ട് ഞാനാണേന്ന് പറയും വേണമെങ്കിൽ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളോട് സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഞാൻ എന്ത് പരിപാടി ചെയ്യുന്ന അടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ബാക്കി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത്രയും ക്ലിയർ സൗണ്ടൊന്നും കിട്ടത്തില്ല. ഭയങ്കര റോഡിൽ കൂടെ ഒക്കെ വണ്ടി പോകുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും. പിന്നെ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും എൻ്റെ എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിലും ഇതിനടി കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കട വരെ പോയിട്ട് വരാം. ഈ കാണുന്നതാണ് എൻ്റെ കട. ഇത് പത്തനംതിട്ടയ്ക്ക് ഒരു 4 കിലോമീറ്റർ, അടൂര് പന്തളത്തോട്ട് പോകുന്ന ഒരു 16 കിലോമീറ്റർ, അടൂര് 12 കിലോമീറ്റർ പന്തളം. ഈ റോഡിലാണ് എൻ്റെ കട വരുന്നത്. ഇതാണ് നമ്മുടെ കട. കുറച്ച് വൃത്തികളായിട്ടൊക്കെ കിടക്കുക. ഇത് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് അന്ന് ബസ്സിന് കയറ്റാനായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോലി. ഇവിടുത്തെ പണിക്കാരനും മുതലാളിയും തൊഴിലാളിയും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഈ കാണിക്കുന്നതെല്ലാം. 2-3 വണ്ടി എടുത്തതും വീട് വെച്ചതും കല്യാണം കഴിച്ചതും ഒന്നും പുറത്തുനിന്നുള്ള സപ്പോർട്ടല്ല ഈ കട. പിന്നെ ഈ കടയുടെ കാര്യം പറയുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ മോനെ ഇപ്പം നോക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടെന്ന് വെച്ചാൽ എനിക്ക് പൈസ ഇല്ലാതെ വന്ന സമയത്ത് എന്നെ
എനിക്ക് പുള്ളി എൻ്റെ അടുക്കൽ നിന്ന് പലിശ വാങ്ങിച്ചിട്ടില്ല, ഒന്നുമില്ല. അത്യാവശ്യം നല്ലൊരു എമൗണ്ടൊക്കെ തന്നെ എന്നെ സഹായിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വ്യക്തിക്ക് പോലും ഈ നിമിഷം വരെയും ഞാൻ 1 രൂപ പോലും കൊടുക്കാനില്ല. 2 വണ്ടി, ആദ്യത്തെ വണ്ടി എടുത്ത സമയത്ത് ചേച്ചിയുടെ കുറച്ച് സ്വർണം കൊണ്ട് പണയം വെച്ചായിരുന്നു. അതൊക്കെ അവൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവൾക്കത് തിരിച്ചെടുത്ത് കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു പ്രശ്നം വന്നാലും അവൾ സ്വർണം തന്ന് സഹായിക്കും കേട്ടോ. ഒന്നും ആരും തന്നില്ല, ഒന്നും തരുന്നതും പിടിക്കുന്നതും ഒന്നും അല്ല. അവളെൻ്റെ ചേച്ചിയാണ്. കെട്ടിയാനൊന്നും പറയത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വാങ്ങിച്ചു കൊടുത്ത സാധനമാണല്ലോ അത്. അവളൊന്നും പറയത്തില്ല. പൈസക്ക് ഇതിൻ്റെ അകത്ത് പറയുമ്പോഴത്തേക്ക് ഈ വീഡിയോ കണ്ടിട്ട് അവളിങ്ങനെ എന്നെ വിളിച്ച് ചീത്ത വിളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ജോലി ഇതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടയറും എല്ലാം ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എൻ്റെ നമ്പർ ഈ വീഡിയോക്കകത്ത് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ കിട്ടുന്നതിലും കമ്പനി വിലയ്ക്ക് അപ്പോൾ എനിക്ക് എന്തോ ലാഭമെന്ന് ചോദിക്കുമായിരിക്കും. ലാഭമുണ്ട്, ലാഭമില്ലാത്ത കച്ചവടമില്ലല്ലോ. നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുക, നിങ്ങളുടെ വണ്ടിയുടെ സൈസും കാര്യങ്ങളൊക്കെ പറയുക, ടയറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുക. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന റേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തരുന്ന റേറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ. കടയിൽ വരരുത്. ഇവിടെ അടുത്തുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ട്. കടയിൽ വരരുത്. കടയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ആ റേറ്റിന് ചെയ്തു തരാൻ പറ്റത്തില്ല. കാരണം കടയിൽ വരുമ്പോഴത്തേക്ക് വേറെ വിഷയങ്ങളുണ്ട്. ബില്ലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം. മറ്റേതാകുമ്പോൾ എനിക്ക് വേറെ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റും. ഇതിനകത്തിൽ രാവിലെ കണ്ണി കുറയുന്നു. ഇത്ര നേരം വളവള കാര്യം പറഞ്ഞേച്ച് തൊണ്ടയും പോയി. അതുപോലെ തന്നെ ടയർ, നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ ടയറാണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയും നിങ്ങൾക്ക് തരാൻ പറ്റാത്ത റേറ്റ് എന്ന് വെച്ചാൽ തരാൻ പറ്റുന്നൊരു വ്യക്തിയുണ്ട്, മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് കിട്ടും ആ റേറ്റിന് എനിക്ക് നിങ്ങൾക്ക് ടയർ തരാൻ പറ്റും. നിങ്ങൾക്ക് ടയറും എല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ MRF ചെയ്യത്തില്ല. ബാക്കി എല്ലാ കമ്പനികളും ഉണ്ട്. കാരണം നല്ലപോലെ ചൊറിയുന്നു. MRF ഒഴിച്ച് ബാക്കി എല്ലാ കമ്പനികളുടെ സാധനവും ഏത് വണ്ടിയുടെയും എന്ന് വെച്ചാൽ ചെറിയ സ്കൂട്ടർ തൊട്ട് ബസ് വരെയുള്ള ടയറുകൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. മാക്സിമം റേറ്റ് കുറച്ചപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ അടിയിൽ കൊടുത്തേക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാവരോടും വിളിക്കരുത്. കാരണം എനിക്കൊരബദ്ധം പറ്റിയായിരുന്നു. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ നമ്പർ കൊടുത്ത് കുറേ കുഞ്ഞു പിള്ളേർ എന്ന് വെച്ചാൽ അവരെ ഒരിക്കലും കുറ്റം പറയത്തില്ല. അവരുടെ പ്രായം അതാണ്. അവരുടെ വണ്ടിയോടുള്ള ഭ്രാന്ത്. നിങ്ങൾക്കുള്ളതും എനിക്കുള്ളതും വണ്ടി ഭ്രാന്ത്. അല്ലാതെ ഈ വണ്ടിയിൽ ഒരുപാട് പൈസ ഒന്നും കിട്ടിയിട്ടൊന്നും അല്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ എന്തുവാണെന്നും എൻ്റെ ജോലി എന്തുവാണെന്നും എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം അറിയാനുണ്ടെങ്കിൽ എൻ്റെ ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. വിളിക്കേണ്ട. കാരണം ഞാൻ എപ്പോഴും ഒരേ മൂഡിലായിരിക്കത്തില്ല. ഈ പറഞ്ഞ ഹാപ്പിനെസ് ഒന്നും എപ്പോഴും കാണത്തില്ല. കാരണം നല്ല ടെൻഷൻ വരുന്ന സമയം വരും. കാരണം സാമ്പത്തികമായിട്ട് വലിയ ഓക്കെ അല്ല, പക്ഷേ നമ്മളിതിൻ്റെ അകത്ത് രക്ഷപ്പെടും. എൻ്റെ കൂടെ നിങ്ങളുണ്ട് എന്നുള്ള വിശ്വാസം. കാരണം എൻ്റെ കൂടെ ഇപ്പം കൂട്ടത്തിൽ നിൽക്കാൻ ആരുമില്ല. പക്ഷേ ഈ കാണുന്ന ഞാൻ എന്ത് ചെയ്താലും ഒരു 10-10,000 പേര് ഇന്ന് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടും. എനിക്കതൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടയറോ കാര്യങ്ങളോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് പറയാനില്ല. അഡീഷണൽ എന്തെങ്കിലും മറന്നിട്ടുണ്ട്, അല്ല ലാഗ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. വീഡിയോ കാണാതിരിക്കരുത്, ഫുള്ള് കാണണം. ഏത് വീഡിയോ ഇട്ടാലും എന്നെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരിക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ സാധനം ഒരു ചെറിയ ബട്ടൺ താഴെയുണ്ട്, അതൊന്ന് ഞെക്കുക. കണ്ടിന്യൂ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. അതിനൊരു ബെൽ ബട്ടൺ ഉണ്ട്. അകത്ത് ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ഓളം എന്നുള്ള 2 സൈഡിലും ബ്രാക്കറ്റ് ചിഹ്നമുണ്ട്. അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും നമ്മളത് പറയുമ്പോൾ പറയണമല്ലോ. അകത്തരോടൊന്ന് പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ വണ്ടി നാളെ വരും. വണ്ടിയുടെ വീഡിയോ നാളെ ഇടും. നമ്മൾ വർമാസാർ പറഞ്ഞേക്കുന്നതാണ് നാളെ തരാമെന്ന്. നാളെ അവർ തരുമായിരിക്കും. കൊണ്ടുവരണം, നമ്മുടെ പേരൊട്ടിക്കണം. ഇന്നൊരു ഓട്ടോ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കത് ഓടാൻ പറ്റിയില്ല. നഷ്ടമാണ്. ഇനി ഇപ്പോഴെങ്കിലും ഓട്ടോ ഇല്ല. അടുത്ത മാസം 15-ാം തീയതി കഴിഞ്ഞിട്ടേ ഓട്ടോ ഉള്ളൂ. നാളെ വണ്ടി എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പേര് ഒട്ടിച്ച് ഫാനും കാര്യങ്ങളൊന്നും ബസ്സിനകത്തിലില്ല. വണ്ണസിൻ്റെ വണ്ടിക്കകത്ത് ഒന്നിൻ്റെ അകത്തിലും ഫാനില്ല. പക്ഷേ നമുക്കിവിടെ ഫാനില്ലാതെ ഓടാനും പറ്റത്തില്ല. കാരണം എല്ലാവരും AC ഓട്ടം വിളിക്കത്തില്ല. അപ്പോൾ ഫാൻ പിടിപ്പിക്കണം. പിന്നെ കുറേ പേര് പറഞ്ഞായിരുന്നു വണ്ടിയുടെ കൊമ്പും കണ്ണും വെള്ള അടിക്കണമെന്ന്. ഇതിനടി കമൻ്റ് ഇട്. ഏറ്റവും കൂടുതൽ ആ ഒരു ലെവലിൽ തന്നെ കിടന്നാൽ മതിയെന്നുള്ളവർ അങ്ങനെയും കമൻ്റ് ഇട്. വല്ല വൈറ്റ് അടിക്കണം, ഫ്രണ്ട് വൈറ്റ് അടിക്കണം എന്നുള്ളവർ അങ്ങനെയും കമൻ്റ് ഇട്. പൈസ ഉണ്ടായിട്ടല്ല, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ ഞാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തോടെ നോക്കണമല്ലോ ഞാൻ. അപ്പോൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വണ്ടി എവിടെ ഓട്ടം വിളിച്ചാലും ഞാൻ വരും. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഓടിത്തരാം. അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇവിടുന്ന് നിങ്ങളുടെ വീട് വരുന്നിടം വരെ ഉള്ളത് ഡീസൽ പൈസ, ബാക്കി കിലോമീറ്റർ പൈസ ഞാൻ വാങ്ങിക്കും. എവിടെ വിളിച്ചാലും ഓടാം. അത്യാവശ്യം നല്ല വർക്കുള്ള വണ്ടിയാണ്.
ടപ്പെന്ന് വന്ന ഒരാൾക്ക് അടിക്കാൻ പറ്റത്തില്ല. അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അടിക്കാൻ പറ്റും, ടപ്പെന്ന് വന്ന് പറ്റത്തില്ല. എല്ലാ വണ്ടിക്കാരും മത്സരമാണ്. നമ്മൾ മത്സരിക്കാനില്ല, പക്ഷെ മത്സരിക്കാൻ വരരുണ്ട. വന്നാൽ നമ്മളും തിരിച്ച് മത്സരിക്കും. ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു വിഷമവും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്ര നേരം കാര്യം പറഞ്ഞതിൻ്റെ ഒരു സൗണ്ട് വ്യത്യാസമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുക, കാരണം ഒരുപാട് വലിച്ചു നീട്ടിപ്പോയി ലാഗാക്കുന്നില്ല. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടയർ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ടയറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ടയർ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഇടുന്ന വീഡിയോകൾ മൊത്തം കാണുക.